ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചിന്തയിൽ ഒരു വിപ്ലവപരമായ മാറ്റമാണ് കോൾഡ് സ്ട്രൈക്ക് എന്ന പുതിയ സൈനിക തന്ത്രത്തിന്റെ അവതരണം. വർഷങ്ങളായി പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്ത് പതുങ്ങിക്കിടക്കുന്ന തീവ്രവാദത്തിന് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പുകൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. രാജ്യത്തിന്റെ അതിർത്തികളും ജനങ്ങളും സുരക്ഷിതമാവണമെങ്കിൽ ഭീഷണി അതിന്റെ ഉറവിടത്തു തന്നെ ചെന്ന് നേരിടേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന്. അതാണ് കോൾഡ് സ്ട്രൈക്ക് അവതരിപ്പിക്കുന്ന വേഗത, കൃത്യത, നിർണായകത. പാകിസ്ഥാൻ ആസ്ഥാനമായ പല തീവ്രവാദ സംഘടനകളും പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ യുദ്ധത്തിന്റെ പുതുമുഖങ്ങൾ പരീക്ഷിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സംവിധാനങ്ങൾ ഈ പ്രദേശത്തെ സമാധാനത്തിനും വികസനത്തിനും നിരന്തര ഭീഷണിയായി മാറി. സമാധാനത്തിന് ഇന്ത്യ എന്നും നിലനിന്നിട്ടും ആക്രമണങ്ങൾ നിലച്ചില്ല. അതിനാലാണ് കോൾഡ് സ്ട്രൈക്ക് എന്ന തന്ത്രം രാജ്യത്തിന്റെ സുരക്ഷയും മാനവും ഉറപ്പാക്കുന്ന അനിവാര്യ ആയുധമായി മാറിയത്. ഇതൊരു യുദ്ധ പ്രഖ്യാപനമല്ല, മറിച്ച് യുദ്ധം പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ഇന്ത്യ ഇനി ഒരു നിമിഷം പോലും കാത്തു നിൽക്കില്ല എന്നുള്ള മുന്നറിയിപ്പ്. ജനങ്ങളെ സംരക്ഷിക്കാനായുള്ള ഭരണഘടനാപരമായ കടമയെന്ന നിലയിൽ ഭീഷണി ഉയർന്നാൽ ഇന്ത്യ ഉടൻ തന്നെ കൃത്യമായി പ്രതികരണവുമായി മുന്നോട്ട് വരും. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘടനകൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ സൈനിക തന്ത്രത്തിനാണ് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നത്. കോൾഡ് സ്ട്രൈക്ക് എന്ന സൈനിക തന്ത്രമാണ് ഇന്ത്യ അവതരിപ്പിക്കുന്നത്. മുൻപ് ഇന്ത്യ ആവിഷ്കരിച്ച സൈനിക തന്ത്രമായിരുന്നു കോൾഡ് സ്റ്റാർട്ട്. ഇതിന് പകരമായിട്ടാണ് കോൾഡ് സ്ട്രൈക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സൈന്യം പുതിയതായി രൂപം നൽകിയ രുദ്ര ബ്രിഗേഡ് ആണ് കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്തുക. 2001 പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെയാണ് കോൾഡ് സ്റ്റാർട്ടിന് രൂപം നൽകിയത്. പാർലമെന്റ് ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ പരാക്രം എന്ന സൈനിക വിന്യാസത്തിന് ഏകദേശം 2 മാസത്തോളം എടുത്തു. ഈ കാലതാമസം പാകിസ്ഥാന് പ്രതിരോധിക്കാൻ സമയം നൽകുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇന്ത്യക്ക് ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കാനും വേഗത്തിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന സൈനിക തന്ത്രം ആവിഷ്കരിച്ചത്. ഒരു പ്രകോപനമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടസ്സപ്പെടുത്തുന്നതിന് മുൻപ് ശത്രു രാജ്യത്തേക്ക് വേഗത്തിലും പരിമിതവുമായ പരമ്പരാഗത ആക്രമണങ്ങൾ ആരംഭിക്കാൻ പര്യാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഭരണം മാറിയതോടെ ഈ തന്ത്രം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു. ഈ പാഠങ്ങളിൽ നിന്നാണ് രുദ്ര ബ്രിഗേഡും കോൾഡ് സ്ട്രൈക്കും രൂപം കൊണ്ടത്. കാലാൾപ്പട, കവചിത യൂണിറ്റുകൾ, മെക്കനൈസ്ഡ് ഇൻഫൻട്രി, പീരങ്കിപ്പട, എയർ ഡിഫൻസ്, ആർട്ടിലറി, സ്പെഷ്യൽ ഫോഴ്സസ് കൂടാതെ ഡ്രോണുകളും AI അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാണ് രുദ്ര. അതായത് പോരാട്ടത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന ഘടകങ്ങളുമുള്ള സൈനിക വിഭാഗമാണ് രുദ്ര എന്ന് സാരം. അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണത്തിന് പ്രത്യേകം സജ്ജമാകാനായി കാത്തിരിക്കേണ്ടതില്ല. ഏത് സമയത്തും യുദ്ധത്തിന് സജ്ജമായിരിക്കുക എന്നതാണ് ഇതിന്റെ തത്വം. തരം പോലെ ഘടന മാറ്റാനുള്ള കഴിവ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, സംയുക്ത സൈനിക നീക്കങ്ങൾക്കുള്ള പരിശീലനം എന്നിവ രുദ്ര ബ്രിഗേഡിനെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ആശയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായി മാറ്റുന്നു. ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം പാലിക്കുന്നതും അതിലേറെ സാങ്കേതികമായി മുന്നിട്ടു നിൽക്കുന്ന പുതിയ തലമുറയിലെ യുദ്ധ യൂണിറ്റാണ് രുദ്ര ബ്രിഗേഡ്. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ശിവന്റെ ഉഗ്രമായ രൂപത്തിനെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് ബ്രിഗേഡിന് പേര് കടം കൊണ്ടത്. ഇത് ഈ യൂണിറ്റിന്റെ ശക്തിയെയും പോരാട്ട വീര്യത്തെയും സൂചിപ്പിക്കുന്നു. പഴയ കോൾഡ് സ്റ്റാർട്ട് സൈനിക തന്ത്രത്തെ പരിഷ്കരിച്ച് ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണ സംവിധാനമാണ് രുദ്ര ബ്രിഗേഡിന്റെ അടിസ്ഥാന ദൗത്യമായ കോൾഡ് സ്ട്രൈക്ക്. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, സംയോജിത വ്യോമാക്രമണം, ദീർഘദൂര കൃത്യതയുള്ള പീരങ്കികൾ, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ ആക്രമണം തുടങ്ങിയവ ഉൾക്കൊള്ളിക്കുന്ന ഹൈബ്രിഡ് യുദ്ധതന്ത്രമാണ് കോൾഡ് സ്ട്രൈക്ക്. ശത്രുക്കൾക്ക് പ്രതിരോധത്തിനായി സമയം നൽകാതെ വേഗത്തിലും നിർണായകവുമായ പ്രത്യാക്രമണമാണ്. വേഗത്തിൽ അത്യധികം ആഴമേറിയ ആക്രമണം ശത്രുവിന് നൽകുക എന്നതാണ് ലക്ഷ്യം. ഡിജിറ്റൈസ് ചെയ്ത കമാൻഡ് നെറ്റ്വർക്കുകൾ, തത്സമയ യുദ്ധമുന്നണിയിലെ വിവരങ്ങളുടെ സംയോജനം, മൊബൈൽ കവചിത യൂണിറ്റുകൾ എന്നിവ ഉപയോഗിച്ച് രുദ്ര ബ്രിഗേഡിന് സംഘർഷം നീട്ടിക്കൊണ്ടു പോവാതെ ആക്രമണങ്ങൾ നടത്താനുമാകും. ഇന്റലിജൻസ് വിവരങ്ങളുടെ സഹായത്തോടെ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, കൃത്യതയുള്ള ഗൈഡഡ് പീരങ്കികൾ, രുദ്ര, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സംയോജിത ആക്രമണവും അതിർത്തിയിൽ നടക്കും. തുടർച്ചയായി നടത്തുന്ന സംയോജിത ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സമയം എതിരാളിക്ക് ഇതിലൂടെ ലഭിക്കുക പോലുമില്ല. ഭീഷണികളെ നിർവീര്യമാക്കാനും ശത്രുവിന്റെ കഴിവുകൾ കുറയ്ക്കാനും വേഗതയിലൂടെയും കൃത്യതയിലൂടെയും പ്രതിരോധം സ്ഥാപിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ സമയമെടുത്താണ് തിരിച്ചടി നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കിയ സൈനിക ദൗത്യമായി. കോൾഡ് സ്ട്രൈക്ക് സൈനിക തന്ത്രം നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി ആരംഭിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നിനു വേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. ഇന്ത്യ ഒരിക്കലും യുദ്ധം അന്വേഷിക്കുന്നില്ല. പക്ഷേ അതിർത്തികളിൽ കയറി നിരപരാധികളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കുന്നത് ഒരു രാജ്യത്തിനും ഒഴിവാക്കാനാവാത്ത കടമയാണ്. പാകിസ്ഥാനിലെ ചില ശക്തികൾ വർഷങ്ങളായി പ്രോത്സാഹിപ്പിച്ചു വരുന്ന തീവ്രവാദ ശൃംഖലകൾ ദക്ഷിണേന്ത്യയുടെ സമാധാനത്തിനും പുരോഗതിക്കും ഏറ്റവും വലിയ തടസ്സമാണ്. കോൾഡ് സ്ട്രൈക്ക് അവർക്കുള്ള മറുപടിയാണ്. ആക്രമണം എവിടെ നിന്നോ അവിടെ തന്നെ കൃത്യമായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു ദേശീയ പ്രതിജ്ഞ. ഇത് ഇന്ത്യയുടെ ശക്തി പ്രകടനമല്ല, ദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമാധാന തന്ത്രമാണ്. ഇന്ത്യയുടെ സൈനിക തന്ത്രപരമായ പുതു അധ്യായം രാജ്യത്തെ മാത്രം രക്ഷിക്കുന്നതല്ല, ഈ മേഖലയിലെ സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതുമാണ്. ഇന്ത്യ ശാന്തമാണ്, പക്ഷേ ശക്തമാണ്. തീവ്രവാദത്തിനു മുന്നിൽ ഒരിക്കലും ഇനി ഇന്ത്യ മിണ്ടാതിരിക്കില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച